ഭാരതത്തിന്റെ 77ാമത് റിപ്പബ്ലിക് ദിനം 2026 ജനുവരി 26-ന് രാജ്യമെങ്ങും വിപുലമായ ആഘോഷങ്ങളോടെ ആഘോഷിച്ചു. ഡൽഹിയിലെ കർത്തവ്യപഥിൽ നടന്ന വർണ്ണാഭമായ പരേഡും സൈനിക പ്രകടനങ്ങളും ഇത്തവണത്തെ പ്രധാന ആകർഷണങ്ങളായിരുന്നു. 2026-ലെ മുഖ്യാതിഥികൾ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലൈൻ എന്നിവരായിരുന്നു. ഇത്തവണത്തെ മുഖ്യാതിഥികൾ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇരുവരെയും ക്ഷണിച്ചത്. ദേശീയ ഗീതമായ വന്ദേമാതരം രചിക്കപ്പെട്ടതിന്റെ 150-ാം വാർഷികം പ്രമാണിച്ച് വന്ദേമാതരം 150 വർഷങ്ങൾ എന്നതായിരുന്നു പരേഡിന്റെ പ്രധാന പ്രമേയം. ഇന്ത്യൻ സൈന്യം ആദ്യമായി പരേഡിൽ ബാറ്റിൽ അറേ ഫോർമേഷൻ പ്രദർശിപ്പിച്ചു. 300 കിലോമീറ്റർ പരിധിയുള്ള സൂര്യാസ്ത്ര റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം ആദ്യമായി പരേഡിൽ അണിനിരന്നു. പുതുതായി രൂപീകരിച്ച ഫയർ ഓഫ് ലൈറ്റ് കമാൻഡോ ബറ്റാലിയനും പരേഡിൽ അരങ്ങേറ്റം കുറിച്ചു. മൃഗ സൈന്യത്തിന്റെ ഭാഗമായി ഇരട്ട പൂഞ്ഞയുള്ള ബാക്ട്രിയൻ ഒട്ടകങ്ങളും പരേഡിൽ പങ്കെടുത്തു. കേരളത്തിന്റെ നിശ്ചല ദൃശ്യം ഇത്തവണ പരേഡിൽ ശ്രദ്ധേയമായി. 100% ഡിജിറ്റൽ സാക്ഷരതയും കൊച്ചി വാട്ടർ മെട്രോയും പ്രമേയമാക്കിയ ടാബ്ലോയാണ് കേരളം അവതരിപ്പിച്ചത്. ചെങ്കോട്ട സ്ഫോടന ഭീഷണിയുടെയും മറ്റും പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ അതീവ ജാഗ്രതയും കനത്ത സുരക്ഷയുമാണ് ഏർപ്പെടുത്തിയിരുന്നത്. പരിശോധനകൾക്കായി AI അധിഷ്ഠിത സ്മാർട്ട് ഗ്ലാസുകളും മറ്റും ഉപയോഗിച്ചിരുന്നു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അന്തരിച്ച നടൻ ധർമ്മേന്ദ്രയ്ക്ക് പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. രോഹിത് ശർമ്മ, ആർ മാധവൻ എന്നിവർ പത്മശ്രീ പുരസ്കാരങ്ങൾക്ക് അർഹരായി. സംസ്ഥാനതല റിപ്പബ്ലിക് ദിനാഘോഷം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ പതാക ഉയർത്തുകയും പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയും ചെയ്തു.